അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ലൈലയെ കൊണ്ട് ആ വീട്ടിലെ മുഴുവൻ ജോലിയും അവർ ചെയ്യിപ്പിച്ചു. ഇനി ഞാൻ വരില്ല എന്ന് പറയുവാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ തനിക്ക് കിട്ടുവാനുള്ള കുറച്ച് ക്യാഷ്, തൻ്റെ ഭർത്താവിൻ്റെ മരുന്നിന് വേണ്ടിയുള്ളത്, തൻ്റെ മക്കൾക്കുള്ള ചെലവിന് വേണ്ടിയുള്ള ആ ക്യാഷ് അതുകൂടി തിരിച്ചു കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അവൾ അന്ന് ആ വീട്ടിലേക്ക് ചെന്നത്. പക്ഷെ അന്നും അവൾ ആ വീട്ടിൽ മുഴുവൻ പണികളും ചെയ്തു വൃത്തിയാക്കി, എല്ലാ സ്ഥലവും വാരി തുടച്ച് ക്ലിയറാക്കി. ഒരുപാട് വിശന്ന് വലഞ്ഞിരുന്നു. അന്ന് 10 മണിക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ കൊതിച്ചു. പക്ഷേ കഞ്ഞി പോലും കൊടുത്തില്ല. അവൾ അന്ന് ശരിക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു രാവിലെ. എങ്കിലും ആ വീട്ടിലെ മുഴുവൻ പണികളും ചെയ്തു. അവൾ പറഞ്ഞു, എൻ്റെ മക്കൾക്കൊന്നും ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പലതവണ പറഞ്ഞു നോക്കി, പക്ഷേ അവർ അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. വീട്ടിന് മുഴുവനും പണി കഴിച്ചിട്ട് പോയാൽ മതിട്ടോ, ഇവിടെ ആരുമില്ല, അതിനല്ല നിന്നെ ഞാൻ നിർത്തിയത് ഇവിടെ. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുമോ? എന്തായാലും മറ്റൊരാളെ സെറ്റാക്കി തരണം, അല്ലാതെ ഒന്നും നടക്കില്ല പോക്ക്. ആ മുതലാളിച്ചി അത് പറഞ്ഞു. ലൈലയ്ക്ക് സങ്കടമായി. വിശന്ന് വലഞ്ഞിരുന്നു അവൾ. ആ വീട്ടിലുള്ള എല്ലാവരും ഫുഡ് കഴിക്കുന്നു. അവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് സ്ഥാനമുള്ളൂ. ലൈല, ലൈല, മുതലാളിച്ചി വിളിക്കുന്നു. ലൈല ഓടിയെത്തി. ഈ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി വെക്ക്. അവിടെയുള്ള ആരും തന്നെ ഒരു പ്ലേറ്റ് പോലും നീക്കി വെച്ചിട്ടില്ല. അവരുടെ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലും മുള്ളുമെല്ലാം അതവിടെ തന്നെ ഇട്ടിരിക്കുന്നു. അവൾ അതെല്ലാം വാരിയെടുത്തു. പാത്രങ്ങളെല്ലാം അവൾ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചു. അവൾക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു. അതിൽ നിന്ന് അല്പം ചോറെടുത്ത് അവളതാ കഴിക്കുന്നു. അപ്പോഴേക്കും അതാ മുതലാളിച്ചു വരുന്നു. അല്ല, ഇതെന്ത് ഏർപ്പാടാ? ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചാലൊക്കെ പോരെ? എന്താ ഇപ്പം ഇതിങ്ങനെയൊക്കെ? തീരെ ഒരു കോമൺ സെൻസ് ഇല്ലേ? എന്തെങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് അവർ ചൂടാകുമ്പോൾ ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് താഴെ വെച്ച് കൈ കഴുകി. ആ പാത്രങ്ങളെല്ലാം പുറത്ത് കൊണ്ടുപോയി അതാ കഴുകി വൃത്തിയാക്കുന്നു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കഴിച്ചതാണ്, അതും തളികയിലുള്ള ആ ബാക്കി ഭക്ഷണം. എന്നാൽ അത് കഴിഞ്ഞ് മുഴുവൻ അങ്ങ് കഴുകി വെക്കാലോ എന്നാണ് അവൾ കരുതിയത്. പക്ഷേ അവൾ പാത്രം കഴുകുവാൻ വേണ്ടി പൈപ്പ് തിരിക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണുനീരും ആ കൂട്ടത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ, ഒരു പൂച്ചയുടെ സ്ഥാനം പോലും എനിക്കിവിടെ നൽകുന്നില്ല. പണിയാണെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും. റബ്ബേ, എൻ്റെ പെഞ്ചു പൈതലെ. ആ ഉമ്മ ഒരുപാട് സങ്കടപ്പെടുകയാണ്. അവൾ പാത്രമെല്ലാം കഴുകി. പക്ഷെ അത് അകത്തേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അത് വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ അത് ഷെൽഫിലേക്ക് വെക്കാവൂ എന്ന് പറഞ്ഞതുകൊണ്ട് ലൈല പാത്രമെല്ലാം അവിടെ അതാ ഉണക്കാൻ വേണ്ടി വെക്കുന്നു. പഠിച്ചോനെ, എൻ്റെ ചോറ് പകുതിയാക്കിയാൻ വെച്ചതാണല്ലോ എന്ന് കരുതി അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴേക്കും അതാ വീണ്ടും മുതലാളിച്ചു വരുന്നു. എന്താ പാത്രമൊക്കെ പുറത്ത് ഉണക്കാൻ വെച്ചിട്ട്? അത് വല്ല പൂച്ച നായം തൊടൂലേ? അതിങ്ങോട്ട് അകത്തേക്ക് വെക്കണ്ടേ? എന്തപ്പോ കഥ ഇങ്ങനെയൊക്കെ? അവൾക്ക് ആ ഭക്ഷണം കഴിച്ച് മുഴുവനാക്കാൻ തന്നെ അവർ സമ്മതിക്കുന്നില്ല. പഠിച്ചോനെ, എടുക്കണ്ടില്ലായിരുന്നു, എടുക്കുകയും ചെയ്തു. കഴിക്കാനാണെങ്കിൽ അവളുടെ കണ്ണുനീർ ആ പാത്രത്തിലേക്ക് ഉറ്റി. എല്ലാം ക്ഷമിക്കാം, എല്ലാത്തിനും ഒരു ദിവസമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണെന്ന്. അതായിരിക്കും എൻ്റെത്. ഞാൻ എത്തിപ്പെട്ടത് വല്ലാത്തൊരു സ്ഥലത്താണ്. ഒരിക്കലും ഈ ഒരു സ്ഥിതിയൊക്കെ എൻ്റെ ഭർത്താവ് അറിയുമായിരുന്നെങ്കിൽ എന്നെ വിടില്ലായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ച് വേഗം അവിടെയുള്ള പാത്രങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി അതാ ഷെൽഫിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതേ, വൈകുന്നേരത്തിനുള്ള ചായക്കടിയും കൂടി ഉണ്ടാക്കിക്കോ, എന്നിട്ട് പോവാൻക്ക്. കടലമാവും മൈദമാവും അരിപ്പൊടിയും ഒക്കെ ഉണ്ട്, പഴമുണ്ട്, എന്താ വെച്ചാൽ വേഗം ഉണ്ടാക്ക്. അതേ, മോൻക്ക് ഇവിടെ ഹോട്ടലത്തെ കടയൊന്നും ഇഷ്ടമില്ല, വീട്ടിലിങ്ങനെ എന്തെങ്കിലും പൊരിച്ചുണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതുകൂടി കേട്ടപ്പോൾ ലൈലക്ക് ശരിക്കും സങ്കടമായി. പഠിച്ചോനെ, എൻ്റെ ഭർത്താവ്, എൻ്റെ പിഞ്ചു മക്കള്, അവരെ ഇട്ടിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. ഒരു റെസ്റ്റ് പോലും തരാതെ പണിയെടുപ്പിക്കുകയാണ് അവിടെയുള്ള ആ ഒരു മുതലാളിച്ചി. അവൾ പെട്ടെന്ന് തന്നെ അതാ ഷെൽഫിൽ നിന്ന് എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് അതിനുള്ള മാവെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, എൻ്റെ മക്കൾക്ക് ഇതൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറേയില്ല. പാവൻ്റെ മക്കൾക്ക് എത്ര കൊതിയുണ്ടാവും. എന്നാലും ആ മേരി ചേച്ചി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ വലിയ സമാധാനം പറയുമ്പോൾ
അവരൊരിക്കലും മുസ്ലിംസ് അല്ല, എന്നിട്ട് പോലും മനുഷ്യത്തുള്ള ആളുകൾ അങ്ങനെയായിരിക്കും. ലൈലക്ക് അവിടെ ഒന്ന് കിടക്കുവാനോ ഇരിക്കുവാനോ ഒക്കെ തോന്നുകയാണ്. ഇതുവരെ പണിയായിരുന്നു, ഇനിയെങ്കിലും അല്പം റെസ്റ്റ് വീട്ടിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ സമ്മതിച്ചില്ല. അതെ, എന്താ ഗ്യാസുമല്ലേ കത്തിക്കണേ? വിറകടുപ്പുണ്ടല്ലോ പുറത്ത്, അവിടെ പോയി കത്തിച്ചാൽ പോരെ? പെട്ടെന്ന് കഴിയുവാൻ വേണ്ടിയിട്ട് അവൾ അത് ഗ്യാസ് അടുപ്പത്ത് വെക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അടുപ്പിലെ തീയെല്ലാം കെട്ടുപോയിരുന്നു. മഴ കാരണം വിറകാണെങ്കിൽ ശരിക്ക് കത്തുന്നുമില്ല. അവളത് അതാ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ച് ഊതി കത്തിച്ചു. എണ്ണ തിളച്ച് ഓരോ പലഹാരങ്ങൾ ചുട്ടെടുക്കുമ്പോഴും തൻ്റെ പിഞ്ചു മക്കളെ കുറിച്ച് ഓർത്തു. ഉമ്മച്ചി, ഞങ്ങൾക്ക് വേണം അപ്പം എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. പഠിച്ചോനെ, രണ്ടെണ്ണം പോലും എനിക്ക് കൊണ്ടുപോകാൻ തരില്ല. അങ്ങനെയാണ്. അവളുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെയെല്ലാം ക്ലിയറാക്കി അവൾ അതാ അവരോട് പറയുന്നു, താത്ത, എന്നാൽ ഞാൻ പോട്ടെ, എൻ്റെ മക്കൾ കാത്തിരിക്കുന്നുണ്ടാവും. പോയിക്കോ. അവൾ പോകാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അത് കണ്ടപ്പോൾ തന്നെ അവർക്കറിയായിരുന്നു, അതേ പൈസ ഇപ്പം ഇല്ല, ഞാൻ പറഞ്ഞല്ലോ പൈസ പിന്നെ തരാന്ന്. പിന്നെ ഈ പറഞ്ഞല്ലോ ഇവിടുന്ന് ഇങ്ങനെ പെട്ടെന്ന് പോവുകയാണ് എന്നൊക്കെ, ഇനി വരുന്നില്ല എന്നൊക്കെ. അതിപ്പോൾ ഇങ്ങനെ ശരിയാവോ? വേറൊരാളാക്കി തന്നിട്ട് പോയിക്കോ, അല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല. പിന്നെ അതുമല്ല, എൻ്റെ പൈസ കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, എനിക്ക് തരാനുള്ളതൊക്കെ. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ ഈ വന്നോണ്ടി. ലൈല സങ്കടത്തോടെ അതാ തിരിഞ്ഞു പോരുവാൻ വേണ്ടി നിൽക്കുന്നു. പഠിച്ചോനെ, ഒരു 100 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു പലഹാരം വാങ്ങിക്കൊണ്ടാകായിരുന്നു. അവൾ ചുട്ടുണ്ടാക്കിയ ആ ഒരു പലഹാരത്തിലേക്ക് അവൾ നോക്കി. പഠിച്ചോനെ, എൻ്റെ മക്കൾക്ക് ഒരു 4 തന്നിരുന്നെങ്കിൽ. ചില ആളുകളൊക്കെ ആണെങ്കിൽ അറിയാതൊക്കെ എടുത്തുകൊണ്ടു പോകും, പക്ഷേ ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ലല്ലോ. ഒരിക്കലും മക്കൾക്ക് ഹറാമായ മുതൽ കൊടുക്കാൻ പാടില്ല. എൻ്റെ മക്കളെ ഹലാലാക്കി വളർത്തണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൈല സങ്കടത്തോടെ തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോഴത് പിന്നിൽ നിന്ന് ഒരു വിളി കേൾക്കുന്നു, ലൈല. ഒരു നിമിഷം ലൈല തിരിഞ്ഞു നോക്കി. ആ, മുതലാളിയാണ്. എന്തത്ര സങ്കടപ്പെട്ടു പോണ്? ഒന്നുമില്ല, എനിക്ക് എൻ്റെ ഭർത്താവിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പണി നിർത്തുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ലൈല, സങ്കടപ്പെടണ്ട. പൈസ ഒന്ന് എത്ര കിട്ടിയത്? അവളൊന്നും മിണ്ടിയില്ല. എന്നാ അതാ ഇതുകൂടി വെച്ചോ എന്ന് പറഞ്ഞിട്ട് അയാളൊരു 250 രൂപ എടുത്ത് അവളുടെ നേരെ നീട്ടുന്നു. കാരണം തൻ്റെ ഭാര്യ 500 രൂപ അവൾക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടായിരിക്കും. അവളത് വാങ്ങുവാൻ വേണ്ടി ഒരുപാട് മടിച്ചു. പക്ഷേ അയാളുടെ ഭാര്യ 5 പൈസ പോലും കൊടുത്തിട്ടില്ലായിരുന്നു. ആ ക്യാഷുമായി അവൾ സന്തോഷത്തോടെ നേരെ കടയിലേക്കാണ് പോയത്. തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങട്ടെ ആദ്യം. പാവം എന്നെ കാത്തിരിക്കുകയായിരിക്കും. വീട്ടിലാണെങ്കിൽ ഭക്ഷണ സാധനങ്ങളായിട്ട് ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണ്. പിന്നെ റേഷനരി, അത് വലിയൊരു ഉപകാരം തന്നെ. അത് കഴിക്കും. അതിന് പിന്നെ കാര്യമായിട്ട് പൈസ ഒന്നും വേണ്ടല്ലോ. എന്തൊക്കെ തന്നെയായാലും ഒരു ഇറച്ചി, മീൻ, മുട്ട അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും പൈസ ഇഷ്ടം പോലെ വേണം. പിന്നെ എൻ്റെ പിഞ്ചു മക്കൾക്ക് അവർക്ക് ഞാൻ എന്ത് കൊണ്ടുപോയി കൊടുത്താലും തികയാറില്ല, വിശപ്പടങ്ങാറില്ല അറ്റങ്ങളുടെ. അപ്പം ഞാൻ കുറച്ച് കഞ്ഞി അങ്ങോട്ട് വിളമ്പി ചമ്മന്തി അരച്ച് മുന്നിൽ വെച്ചെടുക്കും. മക്കളെ കുടിച്ചോളി എന്ന് പറഞ്ഞിട്ട്. പാവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതൊന്നും തിന്നാനുള്ള ഭാഗ്യമൊന്നും എൻ്റെ കുട്ടികൾക്കില്ല. ആ പൈസ കൊണ്ട് നേരെ അതാ കടയിൽ പോയി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പാക്കറ്റാണ് അവൾ വാങ്ങിയത്. പിന്നെ കുറച്ച് നേന്ത്രപ്പഴവും വാങ്ങി നേരെ അതാ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മയെ കാത്തിരിക്കുകയാണ് പൊന്നു മക്കൾ. ഇടയ്ക്കിടെ ഉപ്പ ചോദിക്കുന്നുണ്ട്, മക്കളെ ഉമ്മച്ചി വന്നോ? ഇല്ലപ്പ, വന്നിട്ടില്ല. മൂത്ത കുട്ടി ഫാത്തിമ പറയുന്നു. ഉപ്പച്ചിക്ക് എന്താ വേണത്, വെള്ളം വേണോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി ഇങ്ങനെ എടുത്തു കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ ദിവസം ലൈല ജോലിക്ക് പോയ വിവരം നൂർ ഫാത്തിമയുടെ മമ്മ അറിഞ്ഞതേയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തേക്കുമായിരുന്നു. കാരണം അന്ന് അബിയമ്മ പറഞ്ഞിരുന്നല്ലോ, ലൈല ഇന്ന് നീ ജോലിക്ക് പോകണ്ടെന്ന്. അതുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും അവളിനി പോകുന്നില്ല എന്ന്, എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അന്ന് ലൈല ജോലിക്ക് പോയപ്പോൾ ഇങ്ങനെ അവിടെ പിടിച്ചു വെക്കും എന്നവൾ അറിഞ്ഞതേയില്ല. മക്കളുടെ കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട്. നൂർ ഫാത്തിമയുടെ അതാ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. എന്താണ് അവ മക്കൾ ഇന്ന് ഇങ്ങനെ കരയുന്നത്? അവൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അങ്ങനെ കരച്ചിലൊന്നും കേൾക്കാറില്ലല്ലോ. ലൈല, ലൈല, അതാ നൂർ ഫാത്തിമയുടെ മമ്മ വിളിക്കുന്നു.
അതിൽ ഫാത്തിമ കുട്ടി വന്ന് പറഞ്ഞു, ഉമ്മച്ചി ഇവിടെ ഇല്ല. എവിടെ പോയി മോളെ? ഉമ്മച്ചി പണിക്ക് പോയതാണ്. അത് കേട്ട് ശരിക്കും നൂർ ഫാത്തിമയുടെ മമ്മ ഞെട്ടിപ്പോയി. അപ്പോൾ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? മക്കൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞങ്ങൾ രാവിലെ ചായയും കുടിച്ചിട്ടില്ല. ഉമ്മച്ചി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ്, പക്ഷേ വന്നിട്ടില്ല ഇതുവരെയായിട്ട്. അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ മമ്മ ഒരുപാട് സങ്കടപ്പെട്ടു. കർത്താവേ, ഈ പിഞ്ചു മക്കൾ ഇവിടെ പട്ടിണി എടുക്കായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. പെട്ടെന്നതാ നൂർ ഫാത്തിമയുടെ മമ്മ വീട്ടിലുണ്ടാക്കിയ ചോറും കറിയും എല്ലാം എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു. മക്കളെ ഇത് കഴിക്കുക. അപ്പം എന്താ, ചേച്ചീൻ്റെ അടുത്തേക്ക് വന്നൂടായിരുന്നോ? നിങ്ങളെന്താ പറയാതിരുന്നത്? ഉമ്മച്ചി എപ്പോഴാണ് പോയത്? ഉമ്മച്ചി രാവിലെ പോയി, ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയതായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. കുഞ്ഞുവാപ്പ ഭയങ്കര കരച്ചിലായിരുന്നു. നൂർ ഫാത്തിമയുടെ അമ്മ ആ ഉള്ള ചോറ് മക്കൾക്കെല്ലാം വിളമ്പി കൊടുത്തു. ഒരു പ്ലേറ്റിൽ ചോറും കറിയും ഉപ്പേരിയും എടുത്ത് അതാ അവളുടെ ഭർത്താവിനും കൊടുക്കുന്നു. കഴിച്ചോലിട്ടോ, ഞാൻ അറിഞ്ഞില്ല. എന്താണോ മക്കൾ, അവൾ ഇന്ന് പോണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളെ കരച്ചിൽ കേട്ടപ്പോഴാണ് ഞാൻ ഇറങ്ങി നോക്കിയത് എന്ത് സംഭവമെന്ന്. എടുത്തേ, നിങ്ങൾ അടുത്തുണ്ടായത് തന്നെ നമുക്ക് വല്ലാത്തൊരു ഭാഗ്യമാണ്. അവൾ വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഒരിക്കലും ഞാൻ അവളെ ജോലിക്ക് വിടുന്ന ആളല്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അവൾ ജോലിക്കൊന്നും പോകുന്നത്. ഞാൻ പറയും, ഞാൻ നയിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ ഇവിടെ അതുകൊണ്ട് കഴിയുക, അല്ലാതെ നിങ്ങളൊന്നും ഞാൻ പുറത്തിറക്കൂല എന്ന് ഞാൻ പറഞ്ഞു തരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ ഇതായി പോയില്ലേ. പാവൻ്റെ പെണ്ണ്, അവൾ പുറത്ത് വീടുകളിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ വിധിയല്ലേ. എങ്ങനെയൊക്കെ ഏതൊക്കെയോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങളെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവും. ദൈവം തമ്പുരാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട. നൂർ ഫാത്തിമയുടെ അമ്മ അവരെ ആശ്വസിപ്പിച്ചു. മക്കൾ ചോറ് കഴിക്കിട്ടോ, ചോറ് കഴിച്ചിട്ട് ചേച്ചിയും ഇപ്പം വരാട്ടോ, നിങ്ങൾ നല്ലോണം കഴിക്കി. അപ്പോഴേക്കും അതാ ലൈല വീട്ടിലെത്തിയിരുന്നു. തൻ്റെ മക്കൾ ആർത്തിയോടെ ആ ചോറ് തിന്നുന്ന ആ രംഗം കണ്ടപ്പോൾ ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഏറ്റവും ചെറിയ പിഞ്ചു മക്കളതാ അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. പിച്ച വെക്കാൻ ഒരുങ്ങുന്ന ചെറിയ മോനും. ലൈല രണ്ടുപേരെയും കൂട്ടി അണച്ചു പിടിച്ചു. മകളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉമ്മച്ചി, അവിടുത്തെ ചേച്ചിയമ്മ ഞങ്ങൾക്ക് ചോറ് കൊണ്ടുവന്ന് തന്നതാണ്. ഇവരൊക്കെ കരയായിരുന്നു. ഉമ്മച്ചി എന്താ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ഇതുവരെ വരാതിരുന്നത്? അവൾ നേരെ ഇക്കയുടെ അടുക്കലേക്ക് ഓടി. ഇക്ക, സാരല്ല, സാരല്ല. എന്തു പറ്റി? എന്താ നേരം വൈകിയത്? അവർ ബാക്കി പണി കൂടി ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ക്യാഷ് കിട്ടുമല്ലേ, അതുകൊണ്ട്. അവളെ അവിടെ നിന്ന് കടുപ്പം കാട്ടുന്ന കാര്യമൊന്നും അവൾ മിണ്ടിയതേ ഇല്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവ് വേദനയ്ക്കോ വിഷമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും അവൾ മിണ്ടിയതേ ഇല്ല. ഇക്ക, അതെ, അപ്പോൾ പിന്നെ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചഭക്ഷണം അവിടുന്ന് കഴിച്ചു. വൈകുന്നേരത്തിനുള്ള കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അതാണ്. എൻ്റെ ലൈല, നീ എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതല്ലേ? എന്നിട്ട് നീയാണല്ലോ നമ്മളെ മക്കളെയും എന്നെയും. ഇക്ക, അതൊന്നും സാരല്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇക്ക, ചോറെന്താ പകുതി വെച്ച് അവിടെ വെച്ചത്? കഴിയുന്നില്ലടി, സങ്കടം കൊണ്ട്. ഇക്ക, ഞാൻ വാരി തരട്ടെ ചോറ്? വേണ്ട, നീ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വന്ന് ഞാൻ എങ്ങനെയെങ്കിലും. അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവളതാ കൈ കഴുകി വന്ന് പെട്ടെന്ന് ഇക്കാക്ക് ചോറ് വാരി കൊടുക്കുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ചോനെ, എൻ്റെ ഭാര്യയ്ക്ക് നീ സ്വർഗം കൊടുക്ക് റഹ്മാനെ. എന്നെ അത്രക്കും നല്ല രീതിയിലാണ് എന്നെ എൻ്റെ മക്കളെ അവൾ നോക്കുന്നത്. അല്ലാ, എൻ്റെ ഭാര്യയ്ക്ക് സ്വർഗം അത് നീ ഉറപ്പാക്കണം അല്ലാ. ആ ഭർത്താവ് കണ്ണീരോടെ ദുആ ചെയ്യുകയാണ്. ഫാത്തിമ കുട്ടി അല്പം ഒരു പക്വതയുള്ള 8 വയസ്സുകാരി കുട്ടിയാണ്. ചെറിയറ്റങ്ങളൊക്കെ നോക്കാനും എല്ലാത്തിനും അവൾ ഉഷാറുമാണ്. പക്ഷെ വിശന്നപ്പോൾ പാവം അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. ഉമ്മച്ചി ഇപ്പോൾ വരട്ടോ, ഉമ്മച്ചി ഇപ്പോൾ വരട്ടോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. ചെറിയ കുഞ്ഞിനെ ഒക്കെ തെറ്റിക്കൊണ്ട് അതാ അവൾ നേരെ നൂർ ഫാത്തിമയുടെ മമ്മയുടെ അടുക്കലേക്ക്. എടുത്തിയേ, ആ ലൈല വന്നോ? അവൾ കരയുകയായിരുന്നു. എന്താ ലൈല, എന്ത് പറ്റി? അല്ലേ, നിങ്ങൾ ചോറൊക്കെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ? ഞാൻ ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു പറഞ്ഞു
കുറച്ച് ജോലി ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഇട്ടിട്ട് പോരാൻ വയ്യല്ലോ, അതുകൊണ്ടാണ്. ലൈല ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നീ പോയതും ഞാൻ അറിഞ്ഞില്ല, മക്കളെ തനിച്ചാക്കി പോയതും ഞാൻ അറിഞ്ഞതേ ഇല്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ കരച്ചിൽ കേട്ടിട്ടാണ് ഒന്ന് മുറ്റത്തിറങ്ങി നോക്കിയത്. അപ്പോഴാണ് ഞാൻ പോയി ചോദിച്ചത്. അപ്പോഴാണ് വിശന്നിട്ട് കരയാന്ന് അറിഞ്ഞത്. സത്യം പറഞ്ഞ ലൈല, ഞാൻ ചോറും കറിയൊക്കെ വെച്ചിരുന്നു, അത് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു. നീ പോകുന്ന അറിഞ്ഞിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ലൈല. എടുത്തിയെ, എന്നാലും നിങ്ങൾ എൻ്റെ കുട്ടികളെ വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തല്ലോ. അരിയൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ വെച്ചിട്ടില്ലായിരുന്നു. ലൈല മോളെ, നീ വിഷമിക്കണ്ട. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാലോ. പിന്നെ എവിടെ പോവുകയാണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിട്ടോ. കാരണം ചെറിയ കുഞ്ഞു മക്കളാണ്. അവളാണെങ്കിൽ ഭർത്താവിന് എണീക്കാനും പോലും കഴിയാത്ത അവസ്ഥയും. അങ്ങനെ ആകുമ്പോഴേക്കേ ഒന്ന് എന്നോട് പറയണം കേട്ടോ. നൂർ ഫാത്തിമയുടെ മമ്മ അത് ലൈലയോട് പറഞ്ഞപ്പോൾ ലൈല സങ്കടപ്പെട്ടു. പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ഒരു അയൽവാസികളെ എനിക്ക് നീ തന്നല്ലോ, വല്ലാത്തൊരു ഭാഗ്യം തന്നെ. എന്നാൽ ഈ സമയം അറബിയമ്മ ലൈലയെ കുടുംബത്തെയും കുറിച്ച് ഓർക്കുകയായിരുന്നു. പാവം, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സെറ്റാക്കണം, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ അസുഖം ഷിഫിയാക്കണം ഇൻഷാ അല്ലാ. എന്നിട്ട് പറ്റുകയാണെങ്കിൽ അവരൊക്കെ ഒന്ന് കൊണ്ടുപോകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പിഞ്ചു മക്കൾ, അതെ, അവരൊക്കെ ഒന്ന് നന്നായി കാണണം. ഇനിയിപ്പോൾ ലൈലക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമാണെങ്കിൽ അവളെ അവിടെ ജോലിക്ക് വെക്കായിരിക്കും നല്ലത്. എന്തായാലും അവളിവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കല്ലേ. ഇനിയിപ്പോൾ വെറുതെ നിൽക്കുകയും വേണ്ട. അവിടെ അവൾക്കൊരു സ്ഥാനം നൽകിയാൽ ഒരു പക്ഷേ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തന്നെയായാലും പ്രതിഫലം ഉണ്ടാകും. എന്തായാലും ചോദിച്ചു നോക്കണം. ആദ്യം മൂപ്പര് അസുഖമൊക്കെ ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാ. അറബിയമ്മയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈലയെ കണ്ടത് മുതൽ തന്നെ അറബിയമ്മക്ക് വല്ലാത്തൊരു സങ്കടമാണ്. പഠിച്ചോനെ, ഞങ്ങളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ സ്ഥിതിഗതികളെ കണ്ടാൽ റബ്ബേ, പഠിച്ച റബ്ബേ, ആർക്കും അങ്ങനൊരു വിധി കൊടുക്കാതിരിക്കട്ടെ. ഭർത്താവ് കുഴഞ്ഞ രീതിയിൽ കിടക്കുക, പിഞ്ചു മക്കള്, അതും പറക്കമുറ്റാത്ത മൂത്ത കുട്ടിക്കാണ് 8 വയസ്സ്, ബാക്കി എല്ലാം അതിന് താഴെ. എന്തായിരിക്കും റബ്ബേ അവരുടെ അവസ്ഥ? സുൽഫത്തമ്മയോട് ഈ ഒരു കാര്യം അറബിയമ്മ പങ്കുവെക്കുമ്പോൾ സുൽഫത്തമ്മ പറഞ്ഞു, അറബിയമ്മക്ക് ഇപ്പോൾ മനസ്സിലതാണല്ലേ. എന്തായാലും എനിക്കും തന്നെ ഭയങ്കര സങ്കടം തോന്നിട്ടോ ഓരോ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. അതെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം, ഒരു വീട് സെറ്റാക്കി കൊടുക്കണം ആദ്യം. അതാണ് ആദ്യം വേണ്ടത്. അല്ലെങ്കിൽ വാടകക്കാർ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കും. ആ പെണ്ണിന് കിട്ടുന്ന 5-10 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് അവർ? അറബിയമ്മ ഇറങ്ങുമ്പോൾ മക്കളുടെ കയ്യിലെല്ലാം ഓരോ നോട്ടുകൾ കൊടുത്തിരുന്നു. ചെറിയ മക്കളല്ലേ, പക്ഷെ ഒന്നായിട്ട് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. അതുമല്ല, ഇവിടുത്തെ ക്യാഷൊക്കെ ഒന്ന് സെറ്റാക്കി റെഡി ആക്കുവാനുണ്ട്. ഇതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മോനെ തലാൽ, അതൊക്കെ എന്നാണ് റെഡിയാവുക? ഉമ്മ, അത് നമ്മളുടെ INR അക്കൗണ്ടൊക്കെ ആയതുകൊണ്ടേ അത് കുറച്ച് ടൈമൊക്കെ എടുക്കും. എന്തായാലും കുഴപ്പമൊന്നുമില്ല. മോനെ, എനിക്കിന്ന് ആ പോയ സ്ഥലത്തെ അവരൊക്കെ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞ് എനിക്ക് ഉറക്കം കിട്ടുന്നില്ലടാ. എനിക്ക് എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ നേരിടുകയാണ്. അറിയില്ല, നമ്മളൊക്കെ എത്രമാത്രം സുഖത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു വീട്ടിൽ, വാടക വീട്ടിൽ താമസിക്കുന്ന അവരൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ മോനെ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. എനിക്ക് വല്ലാത്തൊരു സങ്കടം. അവരെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കര കയറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മാക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ, ഇൻഷാ അല്ലാ ചെയ്തോളൂ. ഒരു മടിയും മടിക്കണ്ട. മകൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അറബിയമ്മ ശരിക്കും ഒന്ന് തലയാട്ടി. അത് പെട്ടെന്ന് റെഡിയാക്കണം, അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ. കാരണം അത്യാവശ്യം അർജൻറ്റാണ്. അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഇൻഷാ അല്ലാ അത് അവർക്കുള്ള സ്ഥലം വാങ്ങിയിട്ട് വീട് സെറ്റാക്കാം. പിന്നെ ഏത് ഭാഗത്താണ് അവർക്ക് ഇഷ്ടം എന്ന് ചോദിച്ചതിന് കറക്റ്റായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്ഥലത്ത് വീടായിരിക്കും നല്ലത്, അവർക്ക് സമാധാനമുള്ള സ്ഥലത്ത് ഇൻഷാ അല്ലാ. എന്നാൽ അറബിയമ്മ വിളിച്ചതിനെ കുറിച്ച് അതാ ലൈല ചിന്തിക്കുന്നു. പഠിച്ചോനെ, എന്നോട് ചോദിച്ചിരുന്നു മോൾക്ക് എവിടെ വീടുണ്ടാക്കാനാണ് ഇഷ്ടം എന്നൊക്കെ. ഞാൻ എന്താ പറയുക, എനിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദാ ഈ വീടിന് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. അതായത് ആ ചേച്ചിൻ്റെ വീടിൻ്റെ അടുത്തെന്ന് വെച്ചാൽ വല്ലാതെ സഹായം ചെയ്യുന്ന ഒരു ചേച്ചിയാണിത്. അതുകൊണ്ട് തന്നെ അവർ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നേ ഇല്ല. അറബിയമ്മ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും ദാ ഈ സ്ഥലം തന്നെ മതി. പക്ഷെ ഈ വീട് അത് ആരുടെയോ ആണ്. ഇവിടെ ഒരു സ്ഥലമെടുത്ത്
വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം റാഹത്തായിരിക്കും. കാരണം എല്ലാത്തിനും സ്നേഹനിധിയായ ഒരു അമ്മച്ചി ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ. എന്നാൽ ഈ സമയം അറബിയമ്മ അവിടെ നാട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഒരുപാട് ആളുകളാണ് അറബിയമ്മയെ നോട്ടം കാണുവാൻ വേണ്ടി എത്തുന്നത്. എന്നാൽ അറബിയമ്മയെ കാണാൻ വരുന്നവർക്കെല്ലാം അറബിയമ്മ പാരിതോഷികങ്ങൾ നൽകുന്നുമുണ്ട്. ഈ സമയം നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ 2 വലിയ പെട്ടികൾ പപ്പ പറഞ്ഞു, മേരി, ഇതൊക്കെ നമ്മൾക്ക് എന്തിനാണ്? അവിടെ ആ മക്കളില്ലേ, അവർക്കും കൊടുത്തേക്ക്. ഇച്ചായ, എന്തൊക്കെ തന്നെയായാലും അവർ കൊണ്ടുവന്നതല്ലേ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ആവശ്യമുള്ളതൊക്കെ അവർക്ക് കൊടുക്കാം. അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ നൂർ ഫാത്തിമയുടെ പപ്പയും അമ്മയും കൂടി അവർ കൊണ്ടുവന്ന ആ പെട്ടി പൊളിക്കുന്നു. ഒന്ന് പൊളിച്ചപ്പോൾ അതിന് കാര്യമായിട്ട് ഫുഡ് ഐറ്റംസുകളാണ് ഉള്ളത്. പാൽപ്പൊടിയും അതുപോലെ ബദാം, പിസ്ത, വാൽനട്ട്, അതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസുകളും, നട്ട്സ്, ഈത്തപ്പഴങ്ങൾ, ജാമ്, അങ്ങനത്തെ പല രീതിയിലുള്ള സാധനങ്ങളാണ്. എല്ലാം ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ട്. അടുത്തത് തുറന്നപ്പോൾ അതിൽ കാര്യമായിട്ട് ഡ്രസ്സുകളാണ്. മമ്മക്കുള്ളതായിട്ടും പിന്നീട് ബ്ലാങ്കറ്റ്, അങ്ങനത്തെ രീതിയിലുള്ള കിടക്കകൾ, അങ്ങനെ ആ ഐറ്റംസ്, ക്രോക്കറീസ്, വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുമായിരുന്നു ആ ഒരു പെട്ടിയിലുള്ളത്. കൂടാതെ നല്ല ഹൂദിൻ്റെ മണമുള്ള അത്തറ്, വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ. അമ്മ പറഞ്ഞു, ഇച്ചായ, അതെല്ലാം ഒന്ന് മക്കൾക്കുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തേക്കൂ. പാവാണ്, അറ്റങ്ങളിപ്പോൾ ഈ ഗൾഫത്തെ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടാനാ അവർക്ക്? അതിൽ 3/4 ഭാഗവും സാധനങ്ങൾ ആ വീട്ടുകാർക്ക് വേണ്ടി നൂർ ഫാത്തിമയുടെ മമ്മ മാറ്റി വെക്കുന്നു. ഒരു പെട്ടിയിൽ അത് മുഴുവനാക്കിയിട്ട് അതാ പപ്പയോട് അതൊന്ന് പൊന്തിച്ചു തരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവർ 2 പേരും താങ്ങി പിടിച്ച് അതാ ലൈലയുടെ വീടിൻ്റെ ആ സിറ്റ് ഔട്ടിലേക്ക് വെക്കുന്നു. ലൈല, ദാ ഇതൊന്ന് എടുത്തു വെക്കണല്ലോ മോളെ. അപ്പോഴേക്കും ലൈല ഓടി വന്നു. ചേച്ചിയെ, ദാ ഇതേ അവർ വന്നപ്പോൾ കൊണ്ടുവന്നാണ്. പഠിച്ചോനെ, ഇതെന്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് അങ്ങോട്ടുള്ള സാധനങ്ങളല്ലേ? ഇങ്ങോട്ടുള്ള അത്യാവശ്യമൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പക്ഷെ അപ്പോഴേക്കും അതാ ആ കുട്ടികളെല്ലാവരും കൂടി അത് കണ്ട് ആ പെട്ടിക്ക് ചുറ്റുമായിട്ട് വട്ടം കൂടി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ മമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. ആ കുഞ്ഞുമക്കൾ എത്ര ആകാംക്ഷയോടെയാണ് ആ പെട്ടിക്ക് പുറത്തായിട്ട് നിൽക്കുന്നത്. അവർ വളരെയധികം ആകാംക്ഷയോടെയാണ് അത് നോക്കി കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.